നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ പുത്രനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന കർത്താവായ ക്രിസ്തു യേശുവിൽ നിന്നും നമുക്കേവർക്കും കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. അല്പസമയ ധ്യാനത്തിലുള്ള വേദഭാഗം വായിച്ച പഴയ നിയമ വേദഭാഗം ആവർത്തന പുസ്തകം 26-ാമത്തെ അധ്യായം അതിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് നിലവിളിച്ചു. യഹോവ ഞങ്ങളുടെ നിലവിളി കേട്ടു, ഞങ്ങളുടെ കഷ്ടതയും പ്രയാസവും ഞെരുക്കവും കണ്ടു. യഹോവ ബലമുള്ള കയ്യാലും നീട്ടിയ ഭുജത്താലും മഹാഭയങ്കര പ്രവൃത്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ ഞങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വെച്ച് ഞങ്ങളുടെ ഈ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നു. പാലും തേനും ഒഴുകുന്ന ഈ ദേശം ഞങ്ങൾക്ക് തന്നുമിരിക്കുന്നു. ഇതാ യഹോവേ, നീ എനിക്ക് തന്നിട്ടുള്ള നിലത്തിലെ ആദ്യ ബലം ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു. പിന്നെ നീ അത് നിൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധി വച്ച് നിൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധികൾ നമസ്കരിക്കുകയും വേണം. കർത്താവായ ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, നോമ്പ് കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മടങ്ങി വരുന്ന അനുഭവങ്ങളോടുകൂടെ അനുതാപത്തോടും പ്രാർത്ഥനയോടും ഈ നോമ്പിൻ്റെ ദിനങ്ങൾ ഉൾക്കൊള്ളുവാൻ, പ്രാർത്ഥനയിൽ ഈ നോമ്പ് ഒരു ഉത്സവ കാലഘട്ടമാക്കുവാൻ സർവശക്തൻ ദൈവം നമ്മെ സഹായിക്കുന്നുണ്ട്. നോമ്പിൻ്റെ 1-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ 1-ാമത്തെ ആഴ്ചയിൽ നമുക്ക് ലഭ്യമാകുന്ന തിരുവചന സന്ദേശം ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രലോഭനങ്ങൾ, ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടതകളെ അതിജീവിക്കുവാൻ വേണ്ടുന്ന ദൈവശക്തി നൽകി നമ്മെ ചേർത്ത് പിടിക്കുന്ന ദൈവം. അതാണ് ഈ നോമ്പിൻ്റെ ഈ 1-ാമത്തെ ആഴ്ചയുടെ പ്രത്യേകത. എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രലോഭനങ്ങൾ, എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടതകൾ, ഇതൊക്കെ അതിജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു ദൈവം കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. നാം ഇന്ന് വായിച്ചു കേട്ട 3 വായന ഭാഗങ്ങളിലേക്ക്, സങ്കീർത്തനം ഉൾപ്പെടെ 4 വായന ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോഴും അവിടെ പറയുന്ന ഏക ചിന്ത ഇതാണ്: അത്യുന്നതിൻ്റെ മറുവശിച്ചും സർവശക്തൻ്റെ നിഴലിൽ കീഴിൽ പാർത്തുകൊണ്ട് ജീവിക്കപ്പെടുന്ന ഏതൊരു മനുഷ്യനാണോ അവൻ ഭാഗ്യവാൻ തന്നെയാണ്. അവൻ്റെ ജീവിതത്തിൽ കർത്താവ് സങ്കേതമായും ആശ്രയമായും കോട്ടയുമായും എപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ള ഒരു വാഗ്ദത്വം, ഒരു ഉറപ്പും നൽകുകയാണ് നോമ്പിൻ്റെ 1-ാമത്തെ ആഴ്ചയെ നമുക്ക് ലഭ്യമാകുക. നാം വായിച്ചു കേട്ട പഴയ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, കർത്താവ് തൻ്റെ ജനത്തെ അടിമ നാട്ടിൽ നിന്നും കഷ്ടതയിൽ നിന്നും വീണ്ടെടുത്ത് കൊണ്ടുവരുമ്പോഴും ആ വീണ്ടെടുത്ത് കൊണ്ടുവരുന്ന കർത്താവ് അവർക്ക് നൽകുന്ന വാഗ്ദത്തങ്ങളും ആ വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്ന ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ജനം എങ്ങനെ ജീവിക്കപ്പെടണം എന്ന് പഠിപ്പിക്കുന്നത് കൂടെയാണ് 26-ാമത്തെ അധ്യായം നമുക്ക് കാണുവാനായിട്ട് കഴിയുക. കർത്താവ് അവിടെ പറയുന്ന ചില കാര്യങ്ങൾ എങ്ങനെയാണ്? ഞാൻ കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ ദേശത്തേക്ക് നട്ടിരിക്കുന്നു എന്ന്, പാലും തേനും ഒഴുകുന്ന ഒരു ദേശം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന്, ആ ദേശത്തിൻ്റെ നിലത്തിൻ്റെ ആദ്യ ബലമെടുത്ത് നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വഴിപാടായി നേർച്ചയായി കൊണ്ടുവരണമെന്ന്, കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധനയിലും നമസ്കാരത്തിലും ഒക്കെ ആയിരിക്കണം എന്നും, ദൈവം ചെയ്ത സകല നന്മകൾക്ക് ഓഹരി കൊടുക്കുന്നതിനോടൊപ്പം കുടുംബമായി ദൈവത്തിൽ ആനന്ദിക്കണം എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് ആവർത്തന പുസ്തകം 26-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുക. 26-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നാം ഒന്ന് വായിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എങ്ങനെയാണ്? ഒരേ പദം 6 പ്രാവശ്യം ഇവിടെ കർത്താവ് ആവർത്തിച്ച് പറയുകയാണ്. തന്നിരിക്കുന്ന അല്ലെങ്കിൽ തരുന്ന ഈ പദം ആവർത്തിച്ച് 6 പ്രാവശ്യം അവിടെ പറയുകയാണ്. അവിടെ അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ തന്നെ പറയുന്നുണ്ട്, അവകാശമായി തരുന്ന ദേശം, യഹോവ നിനക്ക് തരുന്ന ദേശം,
പാലും തേനും ഒഴുകുന്ന ദേശം ഞാൻ നിനക്ക് തരും. നിനക്ക് തരുന്ന ദേശത്തിൽ നീ കൃഷി ചെയ്യണം. അവിടെ നിന്ന് നല്ല ഫലമെടുത്ത്, ആദ്യ ഫലമെടുത്ത് അങ്ങനെ ഈ തരുന്ന അല്ലെങ്കിൽ തരും എന്ന് പറയപ്പെടുന്ന ആ പദം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയപ്പെടുമ്പോഴും ഇസ്രായേൽ ജന ദൈവവുമായുള്ള ആ ഒരു ബന്ധത്തിൻ്റെ ആഴത്തെയാണ് അവിടെ ഓർമ്മപ്പെടുത്തുക. ഒരു കാര്യം തരും എന്ന് പറയുമ്പോൾ അത് ഒരു വാക്കിൽ മാത്രമല്ല കർത്താവ് ഇവിടെ അവസാനിപ്പിക്കുക, വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. എന്ന് പറയുമ്പോൾ ഞാൻ അത്രത്തോളം എൻ്റെ ജനത്തെ സ്നേഹിക്കുന്നുണ്ട് എന്നും ആ ജനവുമായുള്ള ഒരു ആത്മീക ബന്ധത്തിൻ്റെ അനുഭവത്തിൽ ഞാൻ ആയിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും ഒരു ഉറപ്പ് കൂടെയാണ് അവിടെ ലഭ്യമാവുക. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇസ്രായേൽ ജനത്തിനോട് കൂടിയാണ് ഈ ഒരു കാര്യം പറയപ്പെടുന്നത്. അപ്പോൾ ഇസ്രായേൽ ജനം എന്ന് പറയുമ്പോൾ ആ ഇസ്രായേൽ ജനത്തെ വെക്കേണ്ടത് ഞാനും നിങ്ങളെയും തന്നെയാണ്. നമ്മെ ഓരോരുത്തരെയും ആ ഇസ്രായേൽ ജനത്തിൻ്റെ തലത്തിൽ വെക്കപ്പെടുമ്പോൾ കർത്താവ് എന്നോടുകൂടെ പറയുകയാണ്, ഞാൻ നിനക്ക് പാലും തേനും ഒഴുകുന്ന ദേശം നൽകും, അവകാശമായി നൽകുന്ന ഒരു ദേശമുണ്ടാകും, പിതാക്കന്മാരോടുകൂടെ അരുളിച്ചത് ഒരു ദേശമുണ്ട്, അത് ഞാൻ നിനക്ക് തരും എന്നൊക്കെ പറയുന്നത് ഇസ്രായേൽ ജനത്തോടുകൂടെയല്ല, ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കപ്പെടുന്ന എന്നോടുകൂടെ ആണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് ഈ ധ്യാനം ഇന്ന് നമുക്ക് നൽകുക. ഇവിടെ 2 ചോദ്യങ്ങളോടുകൂടിയാണ് ധ്യാനം പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്ത് ആണ്? ഇവിടെ കർത്താവ് പറഞ്ഞു, ഞാൻ ഇതൊക്കെ തരും, തന്നിരിക്കുന്നു എന്നൊക്കെയാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ വരുമ്പോൾ, ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, ഇസ്രായേൽ ജനത്തിന് ദൈവം ഒത്തിരിയേറെ നന്മകൾ കൊടുത്തിട്ടുണ്ട്. മരുഭൂമിയിൽ കടന്നു പോകുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുത്തു, അവർക്ക് ജലം കൊടുത്തു, അവർക്ക് താമസിക്കുവാനുള്ള സാധ്യതകൾ കൊടുത്തു, അവിടെ ശരീരം ജീർണിച്ചു പോകാതെ, വസ്ത്രം ജീർണിച്ചു പോകാതെ ഒക്കെ സുരക്ഷിതമായ അനുഭവങ്ങൾ ദൈവം കൊടുത്തു. ഒത്തിരിയേറെ നന്മകളും കരുതലുകളും ദൈവം കൊടുത്തു. ആ ഇസ്രായേൽ ജനം മരുഭൂമിയുടെ 40 വർഷക്കാലത്തെ യാത്രയ്ക്ക് ശേഷം ചെന്നിച്ചേരപ്പെടുന്നത് കനാൻ ദേശത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക്. അതും കർത്താവ് കൊടുത്തതാണ്. അവിടെ കഷ്ടത കണ്ട്, അവിടെ നിലവിളി കണ്ട്, അവിടെ പ്രാർത്ഥന കേട്ട്, അവിടെ കണ്ണുനീര് കണ്ട്, അവിടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നൊരു ദൈവം കൂടെ ഉണ്ട്. അപ്പോൾ ആ ദൈവം മോശ മുഖാന്തരം അവരെ വിടുവിച്ച് അവരെ കനാൻ ദേശത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇസ്രായേൽ ജനം നന്മ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്കെന്താണ് തന്നിരിക്കുന്നത്? ഈ നോമ്പ് കാലഘട്ടം നാം ധ്യാനിക്കേണ്ടതാണ്. എൻ്റെ ഈ കഴിഞ്ഞു പോയ നാളുകളിൽ നോമ്പിലേക്ക് ഞാൻ പ്രവേശിക്കും മുന്നേ വരെ എനിക്ക് എന്താ ദൈവം നൽകിയത്? ഇപ്പോൾ ദൈവം എനിക്ക് എന്താണ് നൽകിക്കൊണ്ടിരിക്കുന്നത്? 3 ചിന്തകളാണ് ദൈവം നമുക്ക് നൽകിയതെന്ന് ധ്യാനത്തിൽ കൂടെ ഓർത്തെടുക്കാൻ കഴിയും. ഇവിടെ നമുക്ക് വരാം. ആവർത്തന പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, പാലും തേനും ഒഴുകുന്ന ഈ ദേശം കർത്താവ് ഞങ്ങൾക്ക് തന്നും ഇരിക്കുന്നു. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഇസ്രായേൽ ജനം സാക്ഷീകരിക്കുക, കർത്താവ് നൽകിയത് പാലും തേനും ഒഴുകുന്ന ഒരു ദേശം. ഈ പാലും തേനും എന്ന് പറയപ്പെടുന്നത് സുഭിക്ഷമാകുന്ന ഒരു ജീവിതത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. പാല് ശരീരത്തിന് ആരോഗ്യം നൽകുന്ന ഒരു ആഹാര പദാർത്ഥമായും തേന് നമ്മുടെ നാവിന് മാധുര്യം നൽകപ്പെടുന്ന ഒരു ആഹാര പദാർത്ഥവുമാണ്. അപ്പോൾ പാല് ആരോഗ്യവും തേന് മാധുര്യം നൽകുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ദൈവം സമൃദ്ധമായത്, കൈപ്പേറിയതല്ല ദൈവം നമുക്ക് നൽകുന്നത്. ദൈവം നമുക്ക് നൽകുന്നത് സമൃദ്ധിയുടെയും മാധുര്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഒരു അനുഭവം തന്നെയാണ്. പലപ്പോഴും നാം ചിന്തിക്കുന്നത് ഇത്രയേറെ കൈപ്പേറിയ അനുഭവങ്ങൾ നമുക്ക് എന്തിനാണ്? പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്കൊരിക്കലും കൈപ്പേറിയ അനുഭവങ്ങൾ നൽകുന്നില്ല. കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടും നമ്മുടെ ചിന്തകൾ കൊണ്ടും പൈശാചികതകളുടെ ഇടപെടലുകൾ കൊണ്ടിട്ടാണ് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകുക. അതാണ് ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം നാം വായിച്ചു കിടന്നത്. കർത്താവായ ക്രിസ്തു മരുഭൂമിയിലേക്ക് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനൊക്കെ കടന്നു പോകപ്പെടുമ്പോൾ കൈപ്പേറിയ അനുഭവം ഉണ്ടാകുകയാണ്. ഈ കൈപ്പേറിയ അനുഭവം ഉണ്ടാകുന്നത് ആത്മാവ് നൽകുന്നത് അല്ല, പൈശാചിക ശക്തി നൽകുന്ന ഒന്നാണ് ഈ കൈപ്പേറിയ അനുഭവം. കർത്താവ് നമുക്ക് നൽകുന്നത് സുഭിക്ഷമാകുന്ന ജീവിത അനുഭവങ്ങൾ, സമൃദ്ധിയാകുന്ന ജീവിത അനുഭവങ്ങൾ എന്നാണ്. എന്താണ് കർത്താവ് എനിക്ക് നൽകുന്നത്? ഒന്നാമത് ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത് സൗഭാഗ്യകരമാകുന്ന ഒരു ജീവിതമാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. സൗഭാഗ്യമുള്ള ജീവിതം. എന്താണ് ഈ സൗഭാഗ്യമെന്ന് പറയുന്നത്? കാത്തിരിക്കുവാനായി ഒരു ഭാര്യ കൂടെ ഉണ്ടെങ്കിൽ അതാണ് സൗഭാഗ്യം. അധ്വാനിച്ച് അന്നുള്ള ആഹാരം നൽകുന്ന ഒരു ഭർത്താവ് കൂടെയുണ്ട് എങ്കിൽ അതാണ് സൗഭാഗ്യം. ബഹുമാനിക്കുന്ന, അനുസരിക്കുന്ന,
കീഴ്പ്പെട്ടിരിക്കുന്ന മക്കൾ കൂടെയുണ്ട് എങ്കിൽ അതാണ് സൗഭാഗ്യം. നമ്മെ ചേർത്ത് പിടിക്കുന്ന, നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് എൻ്റെ കണ്ണുനീരൊപ്പുന്ന, എൻ്റെ കഷ്ടതകളിൽ താങ്ങും തണലുമായി കൂടെയിരിക്കുന്ന ഏതൊരു മനുഷ്യനാണ് എൻ്റെ ജീവിതത്തിലുണ്ടാകുന്നത്, അത് ഭാര്യയാകാം, ഭർത്താവാകാം, മക്കളാകാം, സുഹൃത്തുക്കളാകാം, പ്രണയിക്കുന്നവരാകാം, ആര് തന്നെയായിരുന്നാലും അവർ കൂടെയുണ്ട് എങ്കിൽ ആ ഒരു ജീവിതമാണ് സൗഭാഗ്യത്തിൻ്റെ ജീവിതം. ആ ഒരു ജീവിതമാണ് പാലും തേനും ഒഴുകുന്ന ഒരു ജീവിതം, സുഭിക്ഷമാകുന്ന ജീവിതം. അപ്പോൾ ഇതൊക്കെ ദൈവമാണ് നമുക്ക് നൽകുന്നത്. അതാണ് വിശ്വാസ പ്രമാണത്തിൻ്റെ 2ാമത്തെ അംശത്തിൻ്റെ അർത്ഥത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവം നമുക്ക് വീട്, പുരയിടം, ഭാര്യ, മക്കൾ, നിലം, കന്നുകാലി ഇതൊക്കെ നൽകി. അന്നുള്ള ജീവിതത്തിന് ആവശ്യമായ സാധ്യത നൽകി. ഭക്ഷണ പദാർത്ഥങ്ങൾ ദൈവം നൽകി. ഇതൊക്കെ നൽകി എന്നെ അവൻ പരിപാലിച്ചു വരുന്നത് കൂടാതെ എനിക്ക് എൻ്റെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായതൊക്കെ എനിക്ക് ദൈവം നൽകിയാണ്. നല്ല കുടുംബം നൽകുന്നുണ്ട്, ജീവിത സാഹചര്യങ്ങൾ നൽകുന്നുണ്ട്, അധ്വാനിക്കുവാൻ വേണ്ടുന്ന കൃഷിയിടങ്ങൾ നൽകുന്നുണ്ട്. നാം നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരികെ നോക്കുക. ഇതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ, ഇതൊക്കെ ഈ പറഞ്ഞ കാര്യാദികളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചു വരുന്നുണ്ടെങ്കിൽ അവിടെയാണ് സുഭിക്ഷമാവുന്ന ദേശത്തിൻ്റെ അനുഭവത്തിൽ നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയും. അവിടെയാണ് സൗഭാഗ്യകരമാവുന്ന ജീവിത അനുഭവത്തെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധ്യമാണ്. ഇതൊന്നുമില്ലാത്ത ജീവിതങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട്. സ്നേഹിക്കുവാനായി കാത്തിരിക്കുവാൻ കഴിയാത്ത ഭാര്യ, അധ്വാനിക്കുവാൻ മനസ്സില്ലാത്ത ഭർത്താവ്, അനുസരണക്കേടുള്ള മക്കൾ, ചേർത്ത് പിടിക്കുവാനായിട്ട് ആവശ്യങ്ങൾ കൂടെ നിൽക്കുവാൻ കഴിയാത്ത സുഹൃത്ബന്ധങ്ങൾ, ഇതൊക്കെ ഒന്നുമില്ലാത്ത ഒരു സമൂഹവും നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഈ സമൂഹത്തിൽ കൊലപാതകം നടക്കുന്നത്, അതുകൊണ്ടാണ് ഈ സമൂഹത്തിൽ പീഡനങ്ങൾ നടക്കുന്നത്, അതുകൊണ്ടാണ് ഈ സമൂഹത്തിൽ മോഷണങ്ങൾ നടക്കുന്നത്, അതുകൊണ്ടാണ് ഈ സമൂഹത്തിൽ ബഹുമാനമില്ലാത്ത, അനുസരണമില്ലാത്ത തലങ്ങളിൽ നമ്മുടെ മക്കൾ വളർന്നു വരപ്പെടുന്നത്. സുഗമകരമാകുന്ന ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാൻ കഴിയാത്തൊരു സമൂഹത്തിൽ നാം നിലനിൽക്കുമ്പോൾ കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്നത് എന്താണ്? കർത്താവ് എനിക്ക് നൽകിയത് പാലും തേനും ഒഴുകുന്ന ഒരു കുടുംബത്തെയാണ്. നമ്മുടെ കുടുംബത്തെ നോക്കുക. നമ്മെ സ്നേഹിക്കുന്ന ഭാര്യ, നമ്മെ സ്നേഹിക്കുന്ന ഭർത്താവ്, നമ്മെ അനുസരിക്കുന്ന മക്കൾ, നാം കൊടുക്കുന്നതൊക്കെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുന്ന കുടുംബാംഗങ്ങൾ, നമ്മെ ഏതവസ്ഥയിലും ചേർത്ത് പിടിക്കുന്ന സൗഹൃദ ബന്ധങ്ങൾ, ഇതൊക്കെ ഇന്ന് എൻ്റെ ജീവിതത്തുണ്ട് എങ്കിൽ ഇതൊക്കെ നൽകിയത് എൻ്റെ കർത്താവാണ്. ഇതൊന്നും അനുഭവിക്കാൻ ഞാൻ യോഗ്യനല്ലായിരുന്നിട്ട് പോലും ഇതൊക്കെ അനുഭവിക്കാൻ യോഗ്യനാക്കി തീർത്തത് കർത്താവ്. അപ്പോൾ നാം പലപ്പോഴും ചോദിക്കും, ഇതൊക്കെ അനുഭവിക്കുമ്പോൾ നാം ചോദിക്കുന്ന ചോദ്യം, കർത്താവ് എനിക്ക് എന്ത് തന്നു എന്നാണ് ചോദിക്കുന്നത്, അല്ലേ? പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, കർത്താവ് എനിക്ക് എന്ത് തന്നു? ചില വേദനകൾ വരുമ്പോഴൊക്കെ ചോദിക്കും, എന്താണ് എനിക്ക് നൽകിയത്? കർത്താവ് എനിക്ക് നൽകിയതാണ് ഇന്നത്തെ ധ്യാനത്തിൽ ഒന്നാമത് നൽകുന്നത്. പാലും തേനും ഒഴുകുന്ന ഒരു കുടുംബം നിനക്ക് ദൈവം നൽകിയിട്ടുണ്ട്. പാലും തേനും ഒഴുകുന്ന ഒരു സഭ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. പാലും തേനും ഒഴുകുന്ന ഒരു ദേശം ദൈവം നിനക്ക് നൽകിയിട്ടുണ്ട്. പാലും തേനും ഒഴുകപ്പെടുന്ന ബന്ധങ്ങൾ ദൈവം നിനക്ക് നൽകിയിട്ടുണ്ട്. ആയതിനാൽ കർത്താവ് നൽകിയതിനെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, സൗഭാഗ്യകരമാകുന്ന ജീവിതമാണ് കർത്താവ് ഒന്നാമത് നമുക്ക് നൽകുന്നത്. രണ്ടാമത് കർത്താവ് നമുക്ക് നൽകുന്നത്, ഇവിടെ പഴയ നിയമ ഭാഗത്തുനിന്നും ലേഖന ഭാഗത്തുനിന്നും സുവിശേഷ ഭാഗത്തുനിന്നൊക്കെ നാം വായിച്ചു കേട്ട ഒരു ചിന്ത ദൈവത്തിൻ്റെ കരുതലാണ്. അപ്പോൾ രണ്ടാമത് ദൈവം നൽകുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് സുവിശേഷ ഭാഗത്തിലേക്ക് വരാൻ, ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 4-ാമത്തെ അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യത്തിൽ യേശുവിൻ്റെ പരീക്ഷയെ നമുക്ക് കാണുവാൻ കഴിയുന്നു. യോഹന്നാൻ സ്നാനം സ്വീകരിച്ച യേശു മരുഭൂമിയിലേക്ക് കടന്നു പോവുകയാണ്. ഈ മരുഭൂമിയിലേക്ക് പോകുന്നത് ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവാണ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉദ്ദേശപ്രകാരം യേശു മരുഭൂമിയിൽ പോയി അവിടെ പ്രാർത്ഥിച്ചും ഉപവസിച്ചും ദൈവമുള്ളൊരു ആഴമേറെ ബന്ധത്തിൽ നിലനിൽക്കുകയാണ്. ഇത്തരത്തിലൊരു ബന്ധത്തിൽ നിലനിൽക്കുമ്പോഴും യേശുവിനെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് അകറ്റുവാൻ കടന്നു വരുന്ന മറ്റൊരു ശക്തിയുണ്ട്, മറ്റൊരു ആത്മാവുണ്ട്, ദുരാത്മാവ്, പൈശാചിക ശക്തി നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ട്. നാം എത്രയാണോ ദൈവത്തോടു കൂടെ അടുക്കുവാൻ ആഗ്രഹിക്കുന്നത്, എപ്പോഴാണോ നോമ്പിൻ്റെ ഉപവാസത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത്, എപ്പോഴാണോ പ്രാർത്ഥന ശക്തമായി മുറുകെ പിടിക്കുന്നത്, അപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ പൈശാചിക പല രോഗങ്ങൾ വരുന്നത്, പല തകർച്ചകൾ ഉണ്ടാകുന്നത്, ബന്ധങ്ങൾ തകർന്നു പോകുന്ന അനുഭവം ഉണ്ടാകുന്നത്, ഒക്കെ ഉണ്ടാകുന്നത് ഈ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെ നോമ്പിൻ്റെയും ആചാരാനുഷ്ഠാനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ്. ഇവിടെ യേശു ഉപവസിച്ച് പ്രാർത്ഥിച്ചു ദൈവമുള്ള ബന്ധത്തിൻ്റെ അനുഭവത്തിൽ കടന്നു പോകുമ്പോൾ 40 ദിവസം പിശാച് കൂടെ ഉണ്ടായിരുന്നു യേശുവിനെ നശിപ്പിക്കുവാനായിട്ടാണ്.
യേശുവിനെ നന്നാക്കുവാനായിട്ടോ യേശുവിനെ ആത്മീയതയിൽ ഉയർത്തുവാനായിട്ടോ അല്ല പൈശാച് കൂടെ ഉണ്ടായിരുന്നത്. യേശുവിനെ തകർക്കുവാനും ദൈവമുള്ള ബന്ധത്തിൽ നിന്നും യേശുവിനെ പിന്തിരിപ്പിക്കുവാനും അത്രയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലൊക്കെ പൈശാച് ശക്തി കടന്നു വരുന്നതിന് വേണ്ടിയിട്ടാണ്. ദൈവമുള്ള ബന്ധത്തിൽ നിന്നും നമ്മെ അകറ്റുവാനായി, ദൈവമുള്ള ബന്ധത്തിൻ്റെ ശക്തി നമ്മെ പിൻവലിക്കുവാനായിട്ടാണ് പൈശാച് ശക്തി കൂടെ ഉണ്ടാകുന്നത്. ഈ നോമ്പ് കാലഘട്ടത്തിൽ ഒത്തിരിയേറെ പൈശാച് ശക്തികളുടെ അനുഭവം നാം യഥാർത്ഥത്തിൽ ഉപവസിക്കുന്നവർക്കും യഥാർത്ഥത്തിൽ നോമ്പനുസരിക്കുന്നവർക്കും യഥാർത്ഥത്തിൽ പ്രാർത്ഥനയിൽ നിലനിൽക്കുന്നവർക്കും ഒത്തിരിയേറെ പൈശാച് ശക്തികളുടെ അനുഭവം കടന്നു വരാറുണ്ട്. എന്തിനാണ്? ദൈവത്തിൽ നിന്നും എന്നെ അകറ്റുക. അപ്പൊ കർത്താവ് രണ്ടാമത് എനിക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് പൈശാചിക ശക്തികളെ അതിജീവിക്കുവാനുള്ള ദൈവത്തിന്റെ കൃപയാണ്. കർത്താവ് നമുക്ക് രണ്ടാമത് നൽകുന്നത് പൈശാചിക ശക്തികളെ അതിജീവിക്കുവാനുള്ള ദൈവത്തിന്റെ കൃപ. യേശുവിൻ്റെ അടുക്കൽ 40-ാമത്തെ ദിവസത്തിൻ്റെ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് പിശാച് കടന്നു വരികയാണ്. പിശാച് കടന്നു വന്നിട്ട് യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇവിടെ, നിനക്ക് വിശക്കുന്നുണ്ടോ? നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഈ കല്ലിനെ അപ്പമായി തീർക്കുക. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നത്. രണ്ടാമത് പിശാച് വീണ്ടും യേശുവിനെ പരീക്ഷിക്കുവാനായിട്ട് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പിശാച് കൊണ്ടുപോകേണ്ട ഒരു ഉയർന്ന മലമുകളിലേക്ക് കൊണ്ടുപോയിട്ട് ലോകത്തെ മുഴുവനും കാണിച്ചു കൊടുത്ത് അവനോട് കൂടെ പറയുകയാണ്, എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കും, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഞാൻ ഇതൊക്കെ നിനക്ക് നൽകാമെന്ന് പറയുമ്പോൾ കർത്താവ് പറയണേ, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്, തുറന്നു കൊണ്ടുപോകാൻ ദേവാലയത്തിലേക്കാണ്. അപ്പോൾ ഒന്ന് മരുഭൂമിയിലുള്ള പരീക്ഷയാണ്, രണ്ട് ഉയരങ്ങളിലുള്ള പരീക്ഷയാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷകളൊക്കെയാണ് ഈ പരീക്ഷകൾ. ഉയരങ്ങളെ കാണിച്ചിട്ട് ഉയർന്ന അവസ്ഥകളെ കാണിച്ചിട്ട് പരീക്ഷിക്കുന്ന അവസ്ഥ, മരുഭൂതലത്തിൽ ആരുമില്ല എന്ന് പഠിപ്പിച്ച് വിശന്നിരിക്കുന്നവന് ആഹാരം കൊടുക്കുന്ന പരീക്ഷ. മൂന്നാമത് പരീക്ഷ നടക്കുന്ന ദേവാലയത്തിൻ്റെ ഉയരങ്ങളിലാണ്, ദേവാലയത്തിൻ്റെ അകത്തളങ്ങളില്ല. ദേവാലയത്തിനകത്തൊക്കെ പരീക്ഷകളുണ്ട്, പിശാചിൻ്റെ ശക്തിയുണ്ട്. വിശുദ്ധന്മാരുടെ ഒരു കൂട്ടായ്മ മാത്രമല്ല ദേവാലയം. ദൈവാലയത്തിൽ വിശുദ്ധന്മാരോടൊപ്പമൊക്കെ പിശാചിൻ്റെ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് കർത്താവായ ക്രിസ്തു ദൈവാലയത്തിൽ കടന്നു പോയപ്പോൾ അവിടെ ഒരു പിശാച് എഴുന്നേറ്റെന്ന് യേശുവിനെ ചോദ്യം ചെയ്തത്. യേശുവിൻ്റെ വാക്കുകളെ ചോദ്യം ചെയ്തത് ദൈവാലയത്തിനകത്ത് പരീക്ഷകൻ പിശാചുണ്ട് എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ്. യേശുവിനെ ദൈവാലയത്തിൻ്റെ അഗ്രത്തിന് മുകളിലേക്ക് കൊണ്ടുപോയിട്ട് പറയുകയാണ്, ഇവിടെ താഴേക്ക് ചാടുക, ദൂതന്മാർ നിന്നെ കാക്കും, നീ പേടിക്കേണ്ട, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം ദൈവം തൻ്റെ ദൂതന്മാരെ നിന്നെ സംരക്ഷിക്കും. അപ്പോൾ കർത്താവ് അവിടെ പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ നീ ഒരു നാളും പരീക്ഷിക്കരുതെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവർ, ഇവിടെ കർത്താവിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന 3 പരീക്ഷകളെ കർത്താവ് അതിജീവിച്ചത് ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്, വചനശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. വിശുദ്ധ സ്നാനമെന്ന സാക്രമെന്റ് സ്വീകരിച്ചിട്ട് യേശു പ്രാർത്ഥിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ സ്നാനത്തിൻ്റെ ശക്തി ദൈവകൃപയാൽ തന്നിലുണ്ടാകുമ്പോഴാണ് ആ ശക്തിയെ അനുഭവിച്ചിട്ട് കർത്താവ് ആ പൈശാച് ശക്തിയെ അതിജീവിക്കപ്പെടുന്നത്. അപ്പോൾ കർത്താവ് എനിക്ക് പൈശാച് ശക്തി അതിജീവിക്കുവാൻ നൽകുന്ന ഒരു ദൈവകൃപയുണ്ട്. ഈ ദൈവകൃപ ഞാൻ അനുഭവിക്കുന്ന സാക്രമെന്റിൽ കൂടെ എനിക്ക് കിട്ടുന്നതാണ്. ഈ ദൈവകൃപയാണ് ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത്. പിശാചിൻ്റെ ശക്തികളെ അതിജീവിക്കാനുള്ള ദൈവകൃപ കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്നു. മൂന്നാമത് കർത്താവ് എനിക്ക് നൽകുന്നത് യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിലേക്ക്, 3-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവനിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവൻ പ്രാപിക്കേണ്ടത് തന്നെ, തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്നവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്താണ് മൂന്നാമത് ദൈവം നമുക്ക് നൽകുക? മൂന്നാമത് ദൈവം നമുക്ക് നൽകുന്നത് നാം നശിച്ചു പോകാതെ ജീവിക്കുവാനുള്ള പുത്രൻ്റെ സ്നേഹ കരുതൽ കർത്താവ് നമുക്ക് നൽകുന്നുണ്ട്. നിത്യജീവൻ പ്രാപിക്കുവാനുള്ള അനുഭവത്തെ പ്രിയപുത്രനിൽ കൂടെ കർത്താവ് നമുക്ക് നൽകുന്നുണ്ട്. നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തൻ്റെ പ്രിയപുത്രനെ നൽകി അവൻ നമ്മെ സ്നേഹിക്കുന്നു. ഇതാണ് ദൈവം നമുക്ക് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്കൊന്നും നൽകുന്നില്ല എന്ന് പരാതിപ്പെടുക അല്ല, എനിക്ക് നൽകുന്ന നിത്യജീവനെയാണ്. ഈ നിത്യജീവനെ സ്വന്തമാക്കാനുള്ള ദൈവത്തിൻ്റെ കൃപ പ്രിയപുത്രനിൽ കൂടെയൊക്കെയാണ് ദൈവം നമുക്ക്. എന്താണ് ദൈവം നമുക്ക് നൽകുന്നത്? 3 ചിന്തകൾ നാം കേട്ടുക. 1, സൗഭാഗ്യകരമാവുന്ന ജീവിതം. 2, പൈശാചികളുടെ ശക്തികളെ അതിജീവിക്കാനുള്ള ദൈവത്തിൻ്റെ കൃപ. 3, നിത്യജീവൻ പ്രാപിക്കുവാനുള്ള പുത്രൻ്റെ വരവ്.
നിത്യജീവനിലെ അനുഭവത്തിലേക്ക് നശിച്ചു പോകാതെ എത്തിച്ചേരുവാനുള്ള ദൈവത്തിൻ്റെ സ്നേഹ കരുതൽ. ഇതാണ് ദൈവം നമുക്ക് നൽകുന്ന 3 അനുഗ്രഹങ്ങൾ. അങ്ങനെയാണെങ്കിൽ ദൈവം ഇതൊക്കെ നമുക്ക് നൽകുന്നുണ്ട്. ഞാൻ എന്താണ് ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ടത്? ഞാൻ എന്താണ് ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ടത്? ഒന്നാമത് ഞാൻ ദൈവത്തിനായിട്ട് ചെയ്യേണ്ടത്, ഇവിടെ നാം വായിച്ചുകൊണ്ട് ആവർത്തന പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നൊരു കാര്യം എങ്ങനെയാണ്? നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിന്റെ നിലത്ത് നിന്നുണ്ടാകുന്നതായി നിലത്തിലെ എല്ലാ വക കൃഷിയുടെയും ആദ്യഫലം കുറച്ചെടുത്ത് ഒരു കുട്ടയിൽ വെച്ച് നിന്റെ ദൈവമായ യഹോവ തൻ്റെ നാമം സ്ഥാപിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇതൊക്കെ ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. സുഭിക്ഷമാകുന്ന ജീവിതം നൽകി, പൈശാചികശക്തിയിൽ അതിജീവിക്കുവാനുള്ള കൃപ നൽകി, നിത്യജീവൻ പ്രാപിക്കുവാനുള്ള പുത്രൻ്റെ സ്നേഹവാത്സല്യം നൽകി. ഇതൊക്കെ ദൈവം നൽകുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഒന്നാമത് ഞാൻ ചെയ്യേണ്ടത് അനുഗ്രഹം നൽകിയവൻ്റെ മുൻപാകെ നന്ദിയോടുകൂടി ആയിരിക്കുക എന്നതാണ്. അനുഗ്രഹം നൽകിയവൻ്റെ സന്നിധിയിൽ നന്ദി ഉള്ളവനായി ജീവിക്കുമെന്ന് പറയുമ്പോൾ ലഭിച്ച നന്മയിൽ ഓഹരി കൊടുക്കുവാനായിട്ട്, ഓഹരി ദൈവത്തിന് കൊടുക്കുവാൻ നമുക്ക്. എന്താണ് ഞാൻ ദൈവത്തിന് കൊടുക്കേണ്ടത്? ഇവിടെ പറയുകയാണ്, നിനക്ക് ഞാൻ തന്ന ദേശത്ത് നീ കൃഷി ചെയ്യും. നീ കൃഷി ചെയ്തിട്ട് ആ കൃഷിയിൽ ആ നിലത്ത് നിന്നും ആദ്യ ഫലം എടുത്തിട്ട്, ഈ ആദ്യ ഫലം എടുത്ത് അതിനെ ഒരു കുട്ടയിൽ വെച്ചിട്ട്, അതിലെല്ലാം കൊണ്ടുപോകാനല്ല ഇവിടെ പറയുന്നത്, അതിൽ കുറേശ്ശെ ഏതൊക്കെയാണോ കൃഷി നിന്റെ നിലത്ത് നീ നടത്തുന്നത് അതിൽ നിന്നും ആദ്യ ഫലം, ഒന്നാമത്തത്, വിലയേറിയത്, ശ്രേഷ്ഠമായത് ഒരു ഓഹരിയായി നീ ദൈവത്തിൻ്റെ നാമം സ്ഥാപിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഇടത്ത് കൊണ്ടുപോകണം. എന്ന് പറയുമ്പോൾ പ്രാകാരത്തിൽ കൊണ്ടുപോകണമെന്ന്, ആലയത്തിൽ കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ ആരാധിക്കുവാൻ എവിടെയാണോ എനിക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരിടമുണ്ടാകുന്നത് അവിടെ നിൻ്റെ ഓഹരി കൊണ്ടുപോകുവാനായിട്ട് കഴിയും. നന്ദിയോടുകൂടെ ദൈവം നൽകിയ നന്മകളെ നന്ദിയോടുകൂടെ ഓർക്കുവാനും നന്ദി പറയുവാനും അതിനെ സമർപ്പിക്കുവാനും ഒക്കെ നമുക്ക് കഴിയണം. ഇത് കഴിയാത്തതാണ് കയ്യൻ. കയ്യന് ആദ്യ ഫലം കൊണ്ടുപോയി, പക്ഷേ നല്ലത് അല്ല കയ്യൻ കൊണ്ടുപോയത്. അനന്യ സഫീറ എല്ലാം വിറ്റു, കുറേയൊക്കെ എടുത്ത് മാറ്റിവെച്ച് ഒളിപ്പിച്ചു വെച്ച് അതിൽ ഒരല്പം മാത്രം ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ശിക്ഷാവിധിയുടെ അനുഭവങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്താണ് ദൈവത്തിന് കൊടുക്കേണ്ടത്? ലഭിച്ച നന്മകൾ ഓഹരി കൊടുക്കുവാൻ, ആദ്യ ബലം ദൈവത്തിന് ഒന്ന് കൊടുക്കുവാനായിട്ട് നമുക്ക്. ഇത് ദൈവം നമുക്ക് നൽകുന്ന കൽപ്പനയാണ്. നിനക്കുണ്ടാകുന്ന നന്മയിൽ ആദ്യ ബലം അത് കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുക്കുക എന്നത് ദൈവം നൽകുന്ന വാഗ്ദത്തമാണ്, ദൈവം നൽകുന്ന കൽപ്പനയാണ്. ആ കൽപ്പന നിറവേറ്റുക എന്നതാണ് ഞാൻ ചെയ്യേണ്ട ഒന്നാമത്തെ പ്രവൃത്തി. രണ്ടാമത് ഞാൻ ചെയ്യേണ്ട പ്രവൃത്തി 10-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, പാലും തേനും ഒഴുകുന്ന ദേശം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇതാ യഹോവേ, നീ എനിക്ക് തന്നിട്ടുള്ള നിലത്തിൽ ആദ്യഫലം ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു. പിന്നെ നീ അത് നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ ദൈവത്തെ നമസ്കരിക്കണം. അപ്പോൾ ഒന്ന്, എൻ്റെ ആദ്യഫലം ദൈവത്തിന് കൊടുക്കണം. 2 പറയുന്നത് ദൈവത്തിന് നന്ദി പറയണം, അല്ലെങ്കിൽ ദൈവത്തെ നമസ്കരിക്കണം. ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. കർത്താവിൻ്റെ സന്നിധി വെറും കയ്യാൽ കടന്നു പോകരുതെന്നാണ് പറയുന്നത്. കർത്താവിൻ്റെ മുമ്പിൽ ആദ്യ ഫലം കൊണ്ടുപോയി നീ ദൈവത്തെ നമസ്കരിക്കണം. അതാണ് എൻ്റെ രണ്ടാമത്തെ ഉത്തരവാദിത്വം. ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ട ദൈവീകമായി മഹത്വത്തിന് വേണ്ടി ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം, ദൈവത്തെ ആരാധന നടത്തുവാൻ, ദൈവത്തെ നമസ്കരിക്കുവാൻ നമുക്ക് കഴിയണം. പരിമള തൈലവുമായി കടന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയെ പാപി എന്നാണ് മുദ്രകുത്തിയിരുന്നത്. ആ സ്ത്രീ കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ അവൾ കടന്നു വരുന്നത് വെറും കയ്യാൽ അല്ല, അവൾ കരുതി വെച്ചിരുന്ന വിലയേറിയതായിട്ടാണ് കർത്താവിൻ്റെ അടുക്കലേക്ക് അവൾ കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ അടുക്കൽ കടന്നു വരുമ്പോൾ ശ്രേഷ്ഠമായത് കൊടുക്കുവാനുള്ള മനോഭാവത്തോടു കൂടെ കടന്നു വരണം. ആ സ്ത്രീ കടന്നു വന്നത് പരിമള തൈലം, ഒത്തിരിയേറെ വിലമതിക്കുന്ന, ഒരു വർഷത്തിന്റെ അധ്വാനത്തിൽ കിട്ടുന്ന ലാഭവിഹിതങ്ങളെ മാറ്റിവെച്ച് ചേർത്ത് വെച്ച ആ ഒരു പരിമള തൈലം തൻ്റെ ശാരീരിക ആവശ്യത്തിനായി, തൻ്റെ നേട്ടത്തിന് വേണ്ടി താൻ കരുതി വെച്ചിരുന്ന പരിമള തൈലം അത് കൊണ്ടുപോകുന്ന കർത്താവിൻ്റെ അടുക്കലേക്കാണ്. അത് കൊണ്ടുപോയി കർത്താവിൻ്റെ പാദത്തിൽ ഒഴിക്കുന്നതാണ് ആരാധന. അവൻ്റെ പാദത്തിലൊഴിച്ചു കർത്താവിനെ ആരാധിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നല്ലത് കർത്താവിന് കൊടുത്ത് ആരാധന നടത്തുവാനായിട്ട് ഒക്കെ നമുക്ക് നല്ലത് കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. പലപ്പോഴും നാം ദൈവസന്നിധിയിൽ കൊടുക്കുന്നത് മുഷിഞ്ഞതാണ്.
പക്ഷേ കഴിഞ്ഞ ആഴ്ചത്തെ കാണിക്കൊക്കെ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ കാണിക്കൽ നോട്ടുകളെല്ലാം പല നോട്ടുകളെ കീറിയിട്ടുണ്ട്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന് ഞാൻ എന്താ കൊടുക്കുന്നത്? വിലയേറിയതാണോ? ശ്രേഷ്ഠമായതാണോ? നല്ലതാണോ? അതോ മുഷിഞ്ഞതാണോ ദൈവത്തിന് കൊടുക്കുന്നത് എന്ന് ഞാൻ എന്നോട് ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെ. ഈ നോമ്പ് കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, നല്ലത് ദൈവത്തിന് കൊടുക്കുവാൻ, ശ്രേഷ്ഠമായ ദൈവത്തിന് കൊടുക്കുവാൻ, വിലയേറിയ ദൈവത്തിന് കൊടുക്കുവാനൊക്കെ നമുക്ക് കഴിയണം. കൊടുക്കുവാനായിട്ടാണ് കർത്താവ് രണ്ടാമത് നമ്മോട് പറയുന്നത്. അവൻ്റെ സന്നിധിയെ നമസ്കരിക്കുവാനുള്ള, അവനെ ആരാധന കഴിക്കുവാനുള്ള മനോഭാവം നമുക്കുണ്ടാകണം. മൂന്നാമത് നമുക്ക് ഉണ്ടാകേണ്ടത് റോമർക്കെഴുതിയ ലേഖനം വായിച്ച 10-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിൽ പറയുന്ന മൂന്നാമത്തെ ചിന്തയാണ്, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും വേണം. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ജീവിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കണം. കർത്താവ് ജീവിക്കുന്നെന്ന് വിശ്വസിക്കുവാനായിട്ട് ഈ വിശ്വാസം, ഹൃദയം കൊണ്ടുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. ഹൃദയം കൊണ്ട് വിശ്വസിക്കുവാനും വായ് കൊണ്ട് ഏറ്റുചൊല്ലുവാനും ഒക്കെ നമുക്ക് കഴിയണം. അതാണ് ഞാൻ ദൈവത്തിന് ചെയ്യേണ്ട മൂന്നാമത്തെയും അവസാനത്തെയും കാര്യമെന്ന് പറയുന്നത്. വിശ്വസിക്കുക, ഏറ്റു പറയപ്പെടുന്ന ഒരു അനുഭവമായി തീരണം. ചുരുക്കം പറഞ്ഞ എത്രയേ ഉള്ളൂ, കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു സാക്ഷിയായി ജീവിക്കുക. കർത്താവിൻ്റെ സാക്ഷിയായി ജീവിക്കുക എന്നത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് കർത്താവ് നമുക്ക് നൽകുന്നത്? എന്താണ് ഞാൻ കർത്താവിനായിട്ട് കൊടുക്കുന്നത്? ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്കൊന്ന് പുനർപരിശോധന ചെയ്യാം. നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് ഒരു പരിശോധന ചെയ്യാം. എന്താണ് കർത്താവ് എനിക്ക് നൽകിയത്? എന്താണ് കർത്താവ് ഇന്ന് എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് ഞാൻ കർത്താവിന് കൊടുക്കുന്നത്? ഒരു ആത്മപരിശോധനയാൽ ഈ നോമ്പ് കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം. ക്രൂശിലേക്കുള്ളൊരു യാത്രയാണ്. ക്രൂശിതനാകുന്ന ക്രിസ്തുവിനെ അനുഭവിക്കാനുള്ളൊരു യാത്രയാണ്. ക്രിസ്തുവിൻ്റെ ആ സ്നേഹ കരവലയത്തിന് ചേർത്ത് പിടിക്കപ്പെടുന്ന ഒരു അനുഭവത്തിൽ ഉയർത്തെഴുന്നേൽക്കേണ്ട ഒരു യാത്രയാണ്. ഈ യാത്രയിൽ ഞാൻ എന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്. എന്നോട് ചില ആത്മപരിശോധനകൾ നടത്തേണ്ടതായിട്ടുണ്ട്. ഈ നോമ്പ് കാലഘട്ടം അങ്ങനെയുള്ള ആത്മപരിശോധനയുടെ ഒരു കാലഘട്ടം ആയിത്തീരട്ടെ. ഇവിടെ ആവർത്തന പുസ്തകത്തിൽ കർത്താവ് വീണ്ടും പറയുന്നു, 26-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ പറഞ്ഞു, നിനക്കും നിൻ്റെ കുടുംബത്തിനും തന്നിട്ടുള്ള എല്ലാ നന്മയിലും നീ എപ്പോഴും സന്തോഷിക്കണം. ദൈവം നൽകിയ നന്മകളിൽ നിരാശപ്പെടുവാനായിട്ടല്ല, ദൈവം എന്ത് നൽകിയെന്ന് ചോദിക്കുവാനായിട്ടല്ല, ദൈവത്തെ ചോദ്യം ചെയ്യുവാനായിട്ട് നിനക്ക് നിൻ്റെ കുടുംബത്തിന് നൽകിയ നന്മകളിൽ സന്തോഷിക്കുവാനും തൃപ്തി കണ്ടെത്തുവാനും ആനന്ദിക്കുവാനും ഒക്കെ നമുക്ക് ഈ നോമ്പ് കാലഘട്ടം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ നോമ്പ് കാലഘട്ടം സന്തോഷത്തിൻ്റെ ഉത്സവ കാലഘട്ടമാക്കി തീർക്കുവാൻ നമുക്കൊരുങ്ങാം. കർത്താവിനെ നിലനിർത്തിയിരിക്കുന്നത്, എനിക്ക് നൽകിയിരിക്കുന്നത് പാലും തേനും ഒഴുകുന്നൊരു ദേശമാണ്. എൻ്റെ ദേശമെന്ന് പറയുന്നത് പലപ്പോഴും നാം എല്ലാവരും പറയുന്നത് എൻ്റെ ദേശം ശപിക്കപ്പെട്ട ദേശമെന്നാണ്. പലരുടെയും വാക്കുകളിൽ നിന്ന് കേട്ടിട്ടുള്ളൊരു വാക്കാണ് എൻ്റെ ദേശം, പനയങ്കോട് എന്ന് പറയുന്ന ദേശം ശപിക്കപ്പെട്ട ദേശമെന്ന്. പ്രിയമുള്ളവരെ, കർത്താവ് ഇന്ന് നിൻ്റെ ദേശത്തിൽ, ഈ ദേശത്തിൽ നിന്നെ ജനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഇതാണ് പാലും തേനും ഒഴുകുന്ന നിൻ്റെ ദേശം. അവിടെ ഞാൻ എങ്ങനെ ജീവിക്കുന്നു അതാണ് ശാപത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെ ദേശമായി തീരുക. അവിടെ ഞാൻ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതാണ് ശാപത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെ ഇടമായി തീരുന്നത്. എൻ്റെ പ്രവൃത്തി നല്ലതാണ് എങ്കിൽ എൻ്റെ ദേശം അനുഗ്രഹിക്കപ്പെട്ട ദേശമാണ്. എൻ്റെ ചിന്തകൾ നല്ലതാണ് എങ്കിൽ എൻ്റെ ദേശം പാലും തേനും ഒഴുകുന്ന ഒരു ദേശമാണ്. അങ്ങനെ കാണുവാനേ നമുക്ക് കഴിയണം. ഈ ദേശത്തെ, ഈ സഭയെ പാലും തേനും ഒഴുകുന്ന ഒരു ദേശമായ സഭയായും നോക്കിക്കാണുമ്പോൾ മാത്രമേ സുഗമമാകുന്ന, സുഭിക്ഷമാകുന്ന ജീവിതാനുഭവങ്ങളിലേക്ക് ഒന്ന് ഉയർത്തപ്പെടുവാനായിട്ട് കഴിയും. ഇന്ന് മുമ്പ് കാലഘട്ടം നമുക്കൊന്ന് തിരുത്തി പറയാം, എൻ്റെ ദേശം പാലും തേനും ഒഴുകുന്ന ദേശമായി കർത്താവ് എനിക്ക് നൽകിയിട്ടുണ്ട്. ആ ദേശത്തെ അനുഗ്രഹത്തിൻ്റെ ദേശമാക്കി തീർക്കുവാനുള്ള കടമ ദൈവം എനിക്കുണ്ട് എന്നുള്ള തിരുത്തലുകളുടെ അനുഭവത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്കൊരുങ്ങാം. അതിന് ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മെ സഹായിക്കട്ടെ. സകല ബുദ്ധിയും കവിന്തിയും സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ നിലപോലെ ക്രിസ്തേശങ്ങൾ കാത്തു പരിപാലിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേൽക്കാം. ധർമ്മശവാക്യം പാടി പ്രാർത്ഥിക്കാം.